എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ വൃശ്ചിക മാസം 1-ാം തീയതിയായി, മണ്ഡലകാല ആരംഭമായി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വൃശ്ചിക മാസത്തിലെ 1-ാം തീയതിയിലെ ഉച്ചയൂൺ വിശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ രാവിലെ ഏതായാലും അമ്മ രാമായണ വായനയിലാണ്. അപ്പോൾ അമ്മേൻ്റെ രാമായണ വായനയ്ക്ക് ഇന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചായ വരാരം കഴിഞ്ഞിട്ട് നമുക്ക് കറീൻ്റെ പണിയൊക്കെ തുടങ്ങാനും. മന്നവൻ വൈവണ്ണകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമാനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേട്ടി കർമ്മം വൃശ്ചസിംഹനാൽ ചെയ്യപ്പെട്ടൊരാകുതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹോമപാത്രമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകംപുത്രീയമീ പായസം കൈക്കൊൾക്കണി ദേവനിർമ്മിതമെന്നു പറഞ്ഞു ഭാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ചൈതന്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. അപ്പോൾ നമ്മളിതാ കൂട്ടാൻ കഷ്ണങ്ങൾ, അതായത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ, പിന്നെ മെഴുക്കുവരട്ടിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സാമ്പാർ, പിന്നെ കായ പയർ മെഴുക്ക് വരട്ടി, അതൊക്കെയാണ് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ പതിവ് ശർക്കര പായസം ഉണ്ട്, അതായത് തേങ്ങയൊക്കെ ചിരവിട്ടിട്ടുള്ള ഇന്ന് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. സാമ്പാറാണ് ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ ഏതായാലും കഷ്ണങ്ങളൊക്കെ നമുക്കിനി നുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒക്കെ ഒന്ന് തോലൊക്കെ ചെത്തി വൃത്തിയാക്കാം. മത്തൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്. മത്തൻ പിന്നെ സാമ്പാറിൽ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് മത്തൻ ഉള്ളത്. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ്, ഇന്നത്തെ ഒരു ദിവസത്തിനുള്ള സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. പച്ചനേന്ത്രക്കായ ഉണ്ട്, നല്ല മൂത്തതാണ്, വലിയൊരു കായാണ്. പിന്നെ മുരിങ്ങാക്കായ ഒക്കെ ഓരോന്ന്. കായ പിന്നെ മെഴുക്ക് വരട്ടിക്കും വേണം. പിന്നെ കത്രിക്ക ഉണ്ട്, ഒരു കത്രിക്കയാണ്. കത്രിക്കയൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് നുറുക്കാം. മറ്റ് കഷ്ണങ്ങളൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചതാണ്, തോലൊക്കെ ചെത്തി കഴിഞ്ഞ്. ഇപ്പം ഏതായാലും വൃശ്ചിക മാസം തുടങ്ങുകയായി. ഇന്നിപ്പോൾ വൃശ്ചിക 1-ആയി. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾ കറികൾ തന്നെയാണ് ഇപ്പോൾ ഇനിയൊക്കെ നമുക്കുള്ളത്. ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ ഏതായാലും ഇപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ. അത് പിന്നെ പണ്ടേയുള്ളൊരു പതിവാണ് ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇപ്പം അമ്മയ്ക്കൊക്കെ കാലങ്ങളായിട്ടുള്ള ശീലമാണ്. അപ്പോൾ ക്യാരറ്റ് അതൊക്കെ ഏതായാലും നുറുക്കാം. ഇനി മത്തനൊക്കെ നുറുക്കി ഇടാനുള്ളതാണ്. ഇന്നിപ്പോൾ സാമ്പാറും മെഴുക്ക് വരട്ടിയും അതാണ് കാര്യമായിട്ട് ഊണിനുള്ളത്. അത് രണ്ടു തന്നെ ഉള്ളൂ ഇന്ന് പ്രധാനമായിട്ട്. പിന്നെ പപ്പടം കാച്ചിയതൊക്കെയാണ്. അപ്പോൾ കഷ്ണങ്ങൾ ഒക്കെ നുറുക്കി കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അടിയിൽ ലേശം പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളി നമുക്കതിൽ ഇടാണ്ട് ഉള്ളി അവസാനം നുറുക്കാമെന്ന് വിചാരിച്ചു. അതും കൂടിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി അത് കുറച്ചധികം ചേർക്കുന്നുണ്ട്, വറുത്ത് വെച്ചതാണ്. അങ്ങനെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാമ്പാർ. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക്
കുക്കർ ഇതാ അടുപ്പത്ത് വയ്ക്കാം. ഇതാ ഒരു 2 വിസിൽ കഴിഞ്ഞു. പിന്നെ അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കും മുരിങ്ങാക്കായും ഇതാ ഇപ്പോഴാണ് ചേർക്കുന്നത്. 2 വിസിൽ കൂക്കിയതാണ്. നമ്മൾ ലേശം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ പുളി പിഴിഞ്ഞ് പോരുകയാണ്. പിന്നെ ഇതാ നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ചത് അതിൽ ചേർക്കുകയാണ്. ഒരു ലേശം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഒക്കെ വെന്തതാണ്. പിന്നെ ഇതാ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അത് താളിച്ച് ചേർത്തു. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ പയർ, ആദ്യം പച്ചപ്പയർ, നാടൻ പയറാണ്, അതെടുത്തിട്ട് നമുക്ക് അരിയാം. പിന്നെ ഒരു കായുണ്ട് ചേർക്കാൻ മെഴുകുവരട്ടിക്ക്. ഇനിയിപ്പോൾ നമുക്ക് കായ അത് നുറുക്കാം. ഇത് നല്ല നാടൻ പച്ചനേന്ത്രക്കായയാണ്. ഇതിപ്പോൾ 4 ഗീറല്ല 8 ഗീറും കഴിഞ്ഞ് 16 ഗീറാക്കണം. എന്നാലേ ഇപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം, വേവണ്ടേ. പിന്നെ പച്ചമുളക്, അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്. ഇനി അത് ഇതാ അമ്മ അതിൻ്റെ ഇടയിൽ പപ്പടം കാച്ചലും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ പപ്പടം കാച്ചി വെച്ചാൽ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ നുറുക്കിയതൊക്കെ ചട്ടിയിലിട്ടു. പിന്നെ ഇതാ അത് ഉപ്പും ചേർത്ത് ലേശം വെള്ളത്തിൽ വേവിച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ തുളിച്ചു. അപ്പോൾ ഓരോ പണികൾ അങ്ങനെ കഴിഞ്ഞു. പപ്പടം കാച്ചലും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ പായസം പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചു ഞങ്ങൾ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ്. പിന്നെ മലയാള മാസം 1-ാം തീയതിക്ക് ഇത് പിന്നെ പ്രധാനം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ശർക്കര പായസം. അല്ലാത്തപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ പായസത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം ആയി. ഇപ്പം ഇനി ഊണ് പണിയുള്ളൂ. അപ്പോൾ അതാ ഊണ് കഴിക്കുകയായി. ഊണ് കഴിക്കാനുള്ള സമയമായി. അപ്പം അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മളെ സാമ്പാർ അത് കൊടുക്കാം. പിന്നെ മെഴുക്ക് വരട്ടി, പിന്നെ പപ്പടം കാച്ചിയത്, പിന്നെ ഇപ്പോൾ തൈര് അതുകൊണ്ട്. തൈര് സാമ്പാർക്ക് നല്ലതാണ്, കഴിക്കാൻ നല്ല രസമാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ്. പിന്നെ ഇപ്പോൾ തന്നൊരു ശർക്കര പായസം കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. തേങ്ങയൊക്കെ ചെറിയിട്ട് ജീരകമൊക്കെ പൊടിച്ചിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.